രക്തബന്ധങ്ങളെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുന്നു. മനുഷ്യൻ ഭാവിയായതുകൊണ്ട്. പണ്ട് കാലത്ത് വീട്ടിൽ ഒരു അതിഥി വന്നാൽ വീട്ടിലെ ചേട്ടൻ കോഴിക്കൂട്ടിൽ നിന്ന് ഒരു കോഴി എടുത്തോണ്ട് ഇന്ന് ഇവനെ അങ്ങ് തട്ടാവടി എന്ന് പറഞ്ഞ് കോഴി എടുത്തോണ്ട് വന്ന് അതിന്റെ കഴുത്തിറക്കാൻ തുനിഞ്ഞാൽ വീട്ടിലെ സഹോദരിമാർ കണ്ണ് പൊത്തിക്കൊണ്ട് അടുക്കളയിലോട്ട് ഓടിയിട്ട് പറയും, യോ എനിക്കിത് കാണാൻ വയ്യെന്നും പറഞ്ഞ് ഓടി അടുക്കളയിലോട്ട് കയറിയ കാലം പോയി. ഇന്ന് കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ വെട്ടിനുറുക്കി പീസ് പീസാക്കി ബാഗിനകത്താക്കി തോളിലിട്ടുകൊണ്ട് പോകാൻ മടിയില്ലാത്ത സഹോദരിമാർ ആധുനിക കാലത്ത് നിൽക്കുക. മനുഷ്യൻ ഭാവിയല്ലേ? മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയേറിയപ്പോൾ മോക്ഷം തേടി അവൻ ഈശ്വരന്മാരോട് നിലവിളിച്ചില്ലേ? ഹൈന്ദവരായ സഹോദരങ്ങൾ നാട്ടിൻപുറത്തുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി ഈശ്വരന്മാരോട് മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ സൂക്തങ്ങൾ വേദങ്ങളിലുണ്ടോ? അവർ പറയും ഉണ്ട്. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതംഗമയ എന്നും അവർ ഈശ്വരന്മാരോട് നിലവിളിച്ചു. എന്താ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് ജീവനിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കണം ഭഗവൻ എന്നവർ നിലവിളിച്ചു. എന്തുകൊണ്ട്? മനുഷ്യൻ ഇരുട്ടിലാണ്. മോക്ഷം വേണം, വെളിച്ചം വേണം. മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇങ്ങനെ പറഞ്ഞ ശരിയാണോ? പാപത്തിൽ നിന്ന് മോക്ഷം തേടിയ പ്രാർത്ഥനാ സൂക്തങ്ങൾ വേദങ്ങളിലുണ്ടോ? അവർ പറയുന്നുണ്ട്. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ സൂക്തം ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എന്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന് പ്രവാചക ശ്രേഷ്ഠൻ ദൈവത്തോട് നിലവിളിക്കുന്നു. കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ട്.